മാരുതിക്ക് എവിടെ ചെന്നാലും ഏതെങ്കിലും നാട്ടിൽ എവിടെയാണെങ്കിലും ഒരു സർവീസ് ചെയ്യാൻ ഒരാളെ നമുക്ക് കിട്ടും. വേറൊരു വണ്ടിക്കും അതുണ്ടാവില്ല. വണ്ടി അവിടെ ഇടേണ്ടി വരും. രാത്രി വേറെ വണ്ടി വിളിച്ച് വീട്ടിൽ പോകണം. പിന്നെ പിറ്റേ ദിവസം ചെന്നത് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കേൾപ്പിക്കേണ്ടി വന്നേനെ. ആ ചേട്ടന്റെ കയ്യിലുള്ള ടൂള് വെച്ച് അത് ശരിയായി റെഡിയാക്കി തന്നു. എന്ന് ഇച്ചിരൂടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിന്റെ ഇലക്ട്രിക് ഫിറ്റിംഗ്സിന്റെ ഒരു കേബിൾ വിട്ടുപോയതാണ്. ലെഡ് ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ. അദ്ദേഹം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇതും കൊണ്ട് ഒരുക്കി പിടിപ്പിച്ച് അത് നന്നാക്കി തന്നു. അതുകൊണ്ട് വഴി കിടക്കാതെ വളരെ ഭംഗിയായിട്ട് വീട്ടിൽ വരാൻ പറ്റി. അതൊക്കെ ഒരു വലിയ റിമാർക്കബിൾ കാര്യമായിട്ട് തന്നെ ഓർക്കുന്നു. മാരുതിയെ കുറിച്ച് എനിക്ക് അത്ര നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈ പുതിയ ഈ വിറ്റാര ലോഞ്ച് ആയല്ലോ, ഇപ്പൊ നമ്മൾ കണ്ടു. അപ്പൊ ഈ ഒരു വാഹനത്തെ പറ്റി സാറിന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഈ വാഹനത്തെ പറ്റി എന്ന് പറയുമ്പോൾ എന്റെ തലമുറയല്ല, പുതിയ തലമുറയ്ക്ക് കൂടുതൽ അഡ്വാൻസ് ആയ കാര്യങ്ങളെല്ലാം അവർക്ക് ആവശ്യമുണ്ട്. ഇലക്ട്രോണിക് യുഗമാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ വണ്ടി പഠിക്കുമ്പോൾ നമുക്ക് ഈ 360 ക്യാമറകളില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിൽ പഠിച്ചു വന്നപ്പോൾ എന്റെ മക്കളൊക്കെ ആണെങ്കിൽ അതോടുകൂടി ഉപയോഗിക്കുള്ളൂ. അപ്പൊ ആ ഒരു കാലത്തിനനുസരിച്ച്, കാലം വളർന്നതോറും അനുസരിച്ച്, നമ്മുടെ ഇലക്ട്രോണിക് യുഗം വളരുന്നതനുസരിച്ച് മറ്റുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാവുന്ന മുറയ്ക്ക് ഒരു മുൻനിരയിൽ നിന്നുകൊണ്ട് മാരുതി അതിന് മുമ്പിൽ കയറി അങ്ങ് അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ EV ഇത് കണ്ടു വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതിന്റെ സ്റ്റിയറിംഗ് വീൽ തന്നെ ഫോറിൻ ഒരു കൺസെപ്റ്റിലായിരുന്നു. സ്ക്വയർ അല്ല, ഒരു ഓവൽ അല്ല, ഒരു എന്താ പറയാ, ഒരു മോഡേൺ സ്റ്റിയറിംഗ് ഉണ്ട്. അതിൽ തന്നെയുള്ള എല്ലാ ഫെസിലിറ്റീസും, അതിന്റെ ആ ഗിയർ ബോക്സിന്റെ ഡാഷ്ബോർഡും മറ്റു ഫെസിലിറ്റീസ് എല്ലാം വളരെ സൂപ്പറാണ്. അതുപോലെ നമുക്ക് ഒതുങ്ങാവുന്ന വിലയേ ഉള്ളൂ ഇതിനകത്ത്. സർവീസിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ. കാരണം ആരും പറഞ്ഞു കേട്ടല്ല, എന്റെ വണ്ടികൾ തന്നെ എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയതിനും അവർ പഠിച്ച ബില്ലും വെച്ച് നോക്കുമ്പോൾ മറ്റു വണ്ടികളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അവർ ടൈം അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്, പഞ്ച്വാലിറ്റി ഉണ്ട്, സർവീസും ബെറ്ററാണ്. അതുകൊണ്ട് മാരുതി എനിക്ക് എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. എത്ര ദൂരെ യാത്ര ചെയ്യാറുണ്ട്. ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. ദൂരം കാര്യങ്ങളെല്ലാം എനിക്ക് ആരും ഒരു കൂട്ടിയില്ലെങ്കിൽ പോലും മാരുതിയായിട്ട് പോകാൻ എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര ഇതായതുകൊണ്ട് അത്രയും ലോങ് ട്രിപ്പ് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും മാരുതിയെ ട്രസ്റ്റ് ചെയ്യാം. താങ്ക് യു സർ.